അരിവുകളിലുമായിരിക്കും അവർ സുഖാനുഭൂതിയുടെ ലോകത്താണ് എന്നാണ് അള്ളാഹു അക്കൂട്ടരെ പരിചയപ്പെടുത്തുന്നത്. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല അവർ പരലോകത്ത് ഈ സുഖാനുഭൂതി നേടാനുള്ള കാരണമായിട്ട് പറയുന്നത് ഇന്നഹും കാനൂ ഖബ്ല ദാലിക മുഹ്സിനീൻ, അവർ മരിക്കുന്നതിന് മുമ്പ് മുഹ്സിനുകളായിരുന്നു, നന്മ ചെയ്യുന്നവരായിരുന്നു, ഇഹ്സാനുള്ളവരായിരുന്നു എന്ന്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മുഹ്സിനീങ്ങളുടെ ഏതാനും ചില കർമ്മങ്ങൾ നമുക്ക് പരിചയപ്പെടുത്തുന്നു. കാനൂ ഖലീലൻ മിനൽ ലൈലി മാ യഹ്ജഊൻ, അവർ രാത്രിയിൽ അല്പം മാത്രമേ ഉറങ്ങുകയുള്ളൂ. കാനൂ ഖലീലൻ മിനൽ ലൈലി മാ യഹ്ജഊൻ വബിൽ അസ്ഹാരി ഹും യസ്തഗ്ഫിറൂൻ, അവർ അത്തായ സമയങ്ങളിൽ, സെഹറിന്റെ സമയങ്ങളിൽ ഇസ്തിഗ്ഫാർ ചെയ്യുന്നവരാണ്. അപ്പൊ മുഹ്സിനായിരുന്നു മുമ്പ്, മരണത്തിന് ശേഷമുള്ള ജീവിതത്തിൽ അവർ സ്വർഗത്തോപ്പുകളിലായിരുന്നു, അരിവുകളിലായിരുന്നു എന്നതിന് അല്ലാഹു കാരണം പറഞ്ഞത് അവർ മരിക്കുന്നതിന് മുമ്പ് ഇന്നഹും കാനൂ ഖബ്ല ദാലിക മുഹ്സിനീൻ, അവർ മുമ്പ് മുഹ്സിനുകളായിരുന്നു. എന്നിട്ട് അവരുടെ ഏതാനും ചില പ്രവർത്തനങ്ങൾ പറയുകയും ചെയ്തു. അവർ രാത്രി അല്പം മാത്രമേ ഉറങ്ങുള്ളൂ, രാത്രി എഴുന്നേറ്റ് നിസ്കരിക്കുന്നവരാണ് അവർ. രാത്രി അന്ത്യയാമങ്ങളിൽ എഴുന്നേറ്റ് നിസ്കരിക്കുകയും അത്തായ സമയത്ത്, സെഹറിന്റെ സമയത്ത് അവർ ഇസ്തിഗ്ഫാർ ചെയ്യുകയും ചെയ്യുന്നവരാണ് എന്നാണ് അല്ലാഹു അവരെ കുറിച്ച് പറയുന്നത്. മാത്രമല്ല വഫി അംവാലിഹിം ഹഖ്കുൻ ലിസ്സാഇലി വൽ മഹ്റൂം, അവരുടെ സമ്പത്തിൽ ചോദിച്ചു വരുന്നവർക്കും തടയപ്പെട്ടവർക്കും അവകാശമുണ്ട്. അവർ അവരുടെ സമ്പത്തിൽ നിന്നും അല്ലാഹുവിന്റെ മാർഗത്തിൽ ചെലവ് ചെയ്യുന്നവരാണ്, ചോദിച്ചു വരുന്നവർ കൊടുക്കുന്നതാണ് പോലുള്ള സൽക്കർമ്മങ്ങൾ ചെയ്ത് അവർ മുമ്പ് മുഹ്സിനുകളായിരുന്നു. അപ്പോൾ അവർ ഫീ ജന്നാത്തിൻ വ ഉയൂനിലാകാനുള്ള കാരണം അവർ നന്മകൾ ചെയ്യുന്നവരായിരുന്നു. അപ്പോൾ സ്വർഗം കിട്ടാൻ, സുഖാനുഭൂതിയുടെ ലോകത്ത് എന്നെന്നും ജീവിക്കാൻ അള്ളാഹു നമുക്ക് പരിചയപ്പെടുത്തിയിരുന്നത് സൽക്കർമ്മങ്ങളാണ്. ആ സൽക്കർമ്മങ്ങൾ ചെയ്യുമ്പോഴാണ് സ്വർഗം കിട്ടുക. ഇതാണ് അള്ളാഹുവിന്റെ അടിമകളിൽ ഒരു കൂട്ടർ. ഇന്നഹും കാനൂ ഖബ്ല ദാലിക മുഹ്സിനീൻ, മുഹ്സിനുകളായിരുന്നു, ജീവിക്കുന്ന കാലത്ത് മുഹ്സിനുകളായിരുന്നു എന്ന്. അതേപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല രണ്ടാമത്തെ കൂട്ടരെ പരിചയപ്പെടുത്തുന്നത് അസ്ഹാബു ഷിമാലി മാ അസ്ഹാബു ഷിമാൽ, ഇടതുപക്ഷക്കാർ. എന്താണ് അവരുടെ അവസ്ഥ? ഇടതുപക്ഷക്കാർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കാഫിറുകളെയാണ്, നിഷേധികളെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ ഇടതുപക്ഷക്കാർ എന്ന് പറയുന്നത്. എന്നിട്ട് അവരെവിടെയാണെന്ന് പറഞ്ഞു. നേരത്തെ ഇന്നൽ മുത്തഖീന ഫീ ജന്നാത്തിൻ വ ഉയൂൻ എന്ന് പറഞ്ഞു. മുത്തഖികൾ ജന്നാത്തിൻ വ ഉയൂൻ, തോപ്പുകളിലും അരുവുകളിലുമാണ്, അവിടെ ആസ്വദിക്കാണെന്ന് പറഞ്ഞു. ഇവിടെ അസ്ഹാബു ഷിമാലിനെ അല്ലാഹു പരിചയപ്പെടുത്തുന്നത് ഫീ സമൂമിൻ വ ഹമീം, സമൂമിലും ഹമീമിലുമാണ് അവർ. സമൂം എന്ന് പറഞ്ഞാൽ ഉഷ്ണക്കാറ്റ്, ചൂടുള്ള കാറ്റ്. ശരീരത്തിന് ആ കാറ്റ് കൊണ്ടാൽ ശരീരം പൊള്ളിപ്പോകും. അങ്ങനെയുള്ള കാറ്റുകളിലാണ് അവരുള്ളത്. വഹമീം, അതികഠിനമായ വെള്ളം, ചൂടുവെള്ളം, അതികഠിനമായ ചൂടുള്ള വെള്ളം, അതിലുമാണവർ. ഫീ സമൂമിൻ വഹമീം വളില്ലിൻ മിൻ യഹ്മൂം, അവർ യഹ്മൂമിൽ നിന്നുമുള്ള തണലിലുമാണ്. യഹ്മൂം എന്ന് പറഞ്ഞാൽ കരിമ്പുക, തീ ആളിക്കത്തിയിട്ട് അന്തരീക്ഷമാകെ കരിമ്പുക കൊണ്ട് മൂടപ്പെട്ടിട്ടുണ്ടാകും. അങ്ങനെയുള്ള കറുത്ത പുക, അതിൻ്റെ ഉള്ളിലായിരിക്കും അവർ എന്ന് അസ്ഹാബു ഷിമാലിനെ അള്ളാഹു പരിചയപ്പെടുത്താണ്. ഫീ സമൂമിൻ വഹമീം വളില്ലിൻ മിൻ യഹ്മൂം ലാ ബാരിദിൻ വലാ കരീം, അവർക്ക് അവിടെ തണുപ്പുണ്ടാവൂല, സുഖം ഉണ്ടാവൂല. ഒരു തണുപ്പ്, ചൂട് നമുക്കറിയാം, നമുക്ക് സഹിക്കാൻ പറ്റുകയില്ല. കുറച്ച് തണുപ്പ് കിട്ടാൻ ആഗ്രഹിക്കും. ലാ ബാരിദിൻ, ഒരു തണുപ്പുണ്ടാവൂല, വലാ കരീം, ഒരു സുഖം ഉണ്ടാവൂല. ആ രീതിയിൽ അസ്വസ്ഥരായി ഉഷ്ണക്കാറ്റിലും കഠിന ചൂടുള്ള വെള്ളത്തിലും കരിമ്പുകയാൽ മൂടപ്പെട്ട അന്തരീക്ഷത്തിലുമായിരിക്കും അവരുണ്ടാകുക എന്ന് അവരെ സംബന്ധിച്ച് അല്ലാഹു പറഞ്ഞു. എന്താ കാരണം? ഇന്നഹും കാനൂ ഖബ്ല ദാലിക മുത്റഫീൻ, അവർ മുമ്പ്, മരിക്കുന്നതിന് മുമ്പ് സുഖലോലുപരായിരുന്നു. അള്ളാഹുവിന്റെ കൽപ്പനകളും നിരോധനങ്ങളും നിർദ്ദേശങ്ങളും അനുസരിച്ച് ജീവിക്കുന്നവരായിരുന്നില്ല, ദേഹേച്ഛക്കടിമപ്പെട്ട് ജീവിക്കുന്നവരായിരുന്നു. അള്ളാഹുവിന്റെ കൽപ്പനകളോ നിരോധനങ്ങളോ നിർദ്ദേശങ്ങളോ അവർ കൃത്യമായി പാലിച്ചിട്ടില്ല എന്ന കാരണത്താൽ, അതാണ് ഇന്നഹും കാനൂ ഖബ്ല ദാലിക മുത്റഫീൻ, അവർ സുഖലോലുപന്മാരായി.
അള്ളാഹുവിന്റെ കൽപ്പനകളും നിരോധനങ്ങളും നിർദ്ദേശങ്ങളും പാലിക്കാത്തവരെ അള്ളാഹ് പരിചയപ്പെടുത്തിയത് സുഗലോലുപന്മാർ എന്നാണ്. സുഗലോലുപന്മാർ എന്ന് പറഞ്ഞാൽ സദാചാരവും ദുരാചാരവും അവനവൻ തീരുമാനിക്കുന്ന സ്ഥിതിവിശേഷം ഉണ്ടാവുക, അതാണ് സുഗലോലുപത. ഹലാല് ഹറാമുകൾ ശ്രദ്ധിക്കാതെ, അള്ളാഹുവിന്റെ സ്മരണയില്ലാതെ, മരണത്തിന് ശേഷമുള്ള ഒരു ജീവിതമുണ്ടെന്ന വിശ്വാസമില്ലാതെയുള്ള ജീവിതത്തിനാണ് സുഗലോലുപ എന്ന് പറയുന്നത്, സുഗലോലുപമായ ജീവിതം എന്ന്. ഇവർ ഈ കരിമ്പുകയിലും ഉഷ്ണക്കാറ്റിലും കഠിന ചൂടുള്ള തീയിലുമാകാനുള്ള കാരണം ഇന്നഹും കാനു ഖബല ദാലിക മുത്രഫീൻ. അപ്പം രണ്ടു കൂട്ടർ, ഒന്ന് ഇന്നഹും കാനു ഖബല ദാലിക മുഹ്സിനീൻ, അവർ മരിക്കുന്നതിന് മുമ്പ് മുഹ്സിനുകളായിരുന്നു. മറ്റേ കൂട്ടർ ഇന്നഹും കാനു ഖബല ദാലിക മുത്രഫീൻ, അവർ മുത്രഫുകളായിരുന്നു, സുഗലോലുപന്മാരായിരുന്നു. ഈ രണ്ട് കൂട്ടരാണ് അള്ളാഹുവിന്റെ അടിമകൾ. ഇതിലേതിലാണ് നമ്മൾ പെടേണ്ടത് എന്നാണ് നമ്മൾ ആലോചിക്കേണ്ടത്. നമ്മൾ ഇന്നഹും കാനു ഖബല ദാലിക മുഹ്സിനീൻ എന്ന് നമ്മളെ സംബന്ധിച്ച് അള്ളാഹു പറയുന്ന കൂട്ടത്തിലാണോ, അതല്ല ഇന്നഹും കാനു ഖബല ദാലിക മുത്രഫീൻ എന്ന വിഷയത്തിലാണോ, സുഗലോലുപന്മാരുടെ കൂട്ടത്തിലാണോ നമ്മൾ പെടുക എന്നുള്ളത് നമ്മൾ ആലോചിക്കണം. മുത്രഫീങ്ങളായിരുന്നു എന്നതിന് നേരത്തെ ഇന്നഹും കാനു ഖബല ദാലിക മുഹ്സിനീൻ എന്ന് പറഞ്ഞിട്ട് മുഹ്സിനുകൾ ചെയ്യുന്ന ഏതാനും ചില അമലുകൾ പറഞ്ഞു. എന്താണ്? ഇന്നഹും കാനു ഖലീലൻ മിനൽ ലൈലി മാ യഹ്ജഊൻ വബിൽഅസ്ഹാരി ഹും യസ്തഗ്ഫിറൂൻ വഫി അംവാലിഹിം ഹഖ്ഖുൻ ലിസ്സായിലി വൽ മഹ്റൂം. അവർ രാത്രിയിൽ എഴുന്നേറ്റ് നിസ്കരിക്കുന്നവരാണ്, ഇസ്തിഗ്ഫാർ ചെയ്യുന്നവരാണ്, അവർ അവരുടെ സമ്പത്തിൽ നിന്നും ആവശ്യക്കാർക്ക് കൊടുക്കുന്നവരാണ് എന്ന് പറഞ്ഞു. അതാണ് അവരുടെ ഇഹ്സാൻ. അതേപോലെ മുത്രഫുകളായിരുന്നു എന്ന് പറഞ്ഞിട്ട് മുത്രഫുകൾ ചെയ്ത ഏതാനും ചില അമലുകൾ അള്ളാഹു പറയാൻ, വകാനു യുസിറൂന അലൽ ഹിൻസിൽ അലീം, അവർ ആ ഗുരുതരമായ തെറ്റിൽ ഉറച്ചു നിൽക്കുന്നവരായിരുന്നു. ഒന്ന് അൽ ഹിൻസുൽ അലീം, ഭയങ്കരമായ ഗുരുതരമായ തെറ്റ്. ഇതിനെ പണ്ഡിതന്മാർ പല വ്യാഖ്യാനങ്ങൾ നൽകിയിട്ടുണ്ട്. ചില മുഫസ്സിറുകൾ പറഞ്ഞത്, അധികം മുഫസ്സിറുകളും ആ അഭിപ്രായക്കാരാണ്, അൽ ഹിൻസുൽ അലീം എന്നതുകൊണ്ട് ഉദ്ദേശം ഷിർക്കാണ്. അവർ ഷിർക്കിലായിരുന്നു, അതുകൊണ്ടാണ് ഈ കഠിനമായ ശിക്ഷ അവർക്ക് കിട്ടാൻ കാരണം. ചില മുഫസ്സിറുകൾ എഴുതിയത് കള്ളസത്യം ചെയ്ത് കച്ചവടം ചെയ്യലായിരുന്നു, അതിലവർ ഉറച്ചു നിന്നു. കള്ളസത്യം പറഞ്ഞിട്ട് ഇല്ലാത്ത മധുകളൊക്കെ പറഞ്ഞിട്ട് വസ്തുക്കളെ വിറ്റ്, അള്ളാഹു ആണെങ്കിൽ ഞാൻ ഇത്ര പൈസക്കാണ് വാങ്ങിയത്, എനിക്ക് ഇത്രയും ലാഭമുള്ളൂ, അള്ളാഹു ആണ് ഇതിൽ കൂടുതൽ എനിക്ക് ലാഭമില്ല എന്നൊക്കെ അള്ളാഹിന്റെ പേരൊക്കെ പറഞ്ഞ് സത്യം ചെയ്ത്, കള്ളസത്യം ചെയ്ത് കച്ചവടം ചെയ്യുന്നവർ എന്നൊക്കെ അർത്ഥം പറഞ്ഞു. അങ്ങനെ വ്യത്യസ്ത തെറ്റുകളെ പണ്ഡിതന്മാർ അൽ ഹിൻസുൽ അലീം എന്നതിന് പറഞ്ഞിട്ടുണ്ട്. അധികം പണ്ഡിതന്മാരും പറഞ്ഞത് അൽ ഹിൻസുൽ അലീം ഷിർക്കാണ്. ഇന്നഹും കാനു യുസിറൂന വകാനു യുസിറൂന അലൽ ഹിൻസിൽ അലീം, അൽ ഹിൻസുൽ അലീം, അവർ ഷിർക്കിൽ ഉറച്ചു നിൽക്കുന്നവരായിരുന്നു. വകാനു യഖൂലൂന ഇദാ മിത്നാ വകുന്നാ തുറാബൻ വഇലാമൻ അഇന്നാ ലമബ്ഊസൂൻ, അവർ പറയുമായിരുന്നു, നമ്മൾ മരണപ്പെട്ട് മണ്ണും എല്ലും തുരുമ്പുമായി കഴിഞ്ഞാൽ നമ്മൾ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുമെന്നാണോ? അങ്ങനെ ഉണ്ടാകുകയില്ല. അവർ പരലോകത്തെ നിഷേധിച്ചവരായിരുന്നു, മരണത്തിന് ശേഷമുള്ള ജീവിതത്തെ നിഷേധിച്ചവരായിരുന്നു. രണ്ട് തെറ്റാണ് അവർ ചെയ്തത്, അള്ളാഹു എടുത്തു പറഞ്ഞത്. ഒന്ന് ശിർക്ക് ചെയ്യുന്നവരായിരുന്നു, രണ്ട് മരണത്തിന് ശേഷമുള്ള പാരത്രിക ജീവിതത്തെ നിഷേധിച്ചവരായിരുന്നു. ഇങ്ങനെ രണ്ട് കൂട്ടരെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പരിചയപ്പെടുത്തി തരുന്നുണ്ട്. ഒരു കൂട്ടർ ജന്നത്തിന്റെ സ്വർഗത്തിന്റെ ആൾക്കാരാണ്, മറ്റേ കൂട്ടർ നരകത്തിന്റെ ആൾക്കാരുമാണ്. ഇതാണ് നാളെ പരലോകത്തുണ്ടാകുക. ഒന്നുകിൽ സ്വർഗത്തിന്റെ ആൾക്കാരാകുക, അല്ലെങ്കിൽ നരകത്തിന്റെ ആൾക്കാരാകുക. ആരൊക്കെയാണ് സ്വർഗത്തിന്റെ ആൾക്കാർ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ആരൊക്കെയാണ് നരകത്തിന്റെ ആൾക്കാർ എന്നതും അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ വിശദമായി നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. സ്വർഗത്തിൽ കിടക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിട്ട് അല്ലാഹു പറഞ്ഞു, അവർ തഖ്വയുള്ളവരാണ്. തിൽക്കൽ ജന്നത്തുല്ലതി, ആ സ്വർഗം, നൂരിസു മിൻ ഇബാദിനാ മൻ കാന തഖിയ, നാം തഖ്വയുള്ള നമ്മുടെ അടിമകൾക്ക് അനന്തരമായി നൽകുന്നതാണ്. തിൽക്കൽ ജന്നത്തുല്ലതി ഊരിസ്തുമൂഹ ബിമാ കാനൂ യക്സിബു ബിമാ കുൻതും തഅമലൂൻ, ഈ സ്വർഗം നിങ്ങൾക്ക് അനന്തരമായി നൽകപ്പെട്ടത് നിങ്ങൾ കർമ്മങ്ങൾ ചെയ്തതിന്റെ കാരണത്താലാണ്, പകരമായാണ് എന്നെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ആൾക്കാരെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. നരകത്തിന്റെ അവസ്ഥ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് കരിമുകയാണ്, ഉഷ്ണക്കാറ്റാണ്, അതേപോലെ തന്നെ കഠിന ചൂടുള്ള വെള്ളമാണ്, ഭയാനകരമായ അവസ്ഥയാണ് നരകത്തിന്റെ എന്ന് പറഞ്ഞു.
അതേപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തെയും നമുക്ക് പരിചയപ്പെടുത്തി തന്നു. സ്വർഗം എന്ന് പറഞ്ഞാൽ എന്താണ്? വിശദമായി സ്വർഗത്തിന്റെ അവസ്ഥകൾ അല്ലാഹു വിശദീകരിച്ചു തന്നു. മസലുൽ ജന്നത്തി ലത്തി ഉഇദൽ മുത്തഖൂൻ, മുത്തഖികൾ മാത്രമേ സ്വർഗത്തിൽ പ്രവേശിക്കുകയുള്ളൂ. മുത്തഖികൾക്ക് മാത്രം ഒരുക്കപ്പെട്ടതാണ് സ്വർഗം. മുത്തഖി അല്ലാത്ത ഒരാളും തന്നെ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. ഉഇദ്ദത്തിൽ മുത്തഖീൻ എന്നാണ് സ്വർഗത്തെ സംബന്ധിച്ചിട്ട് അല്ലാഹു പറഞ്ഞത്. മുത്തഖികൾക്ക് വേണ്ടി ഒരുക്കപ്പെട്ടത്. മുത്തഖികളുടെ കർമ്മങ്ങൾ മാത്രമേ അല്ലാഹു സ്വീകരിക്കുകയുള്ളൂ. ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ, തഖ്വയുള്ള ആളുടെ കർമ്മം മാത്രമേ അല്ലാഹു സ്വീകരിക്കുകയുള്ളൂ. മുത്തഖികൾ മാത്രമേ സ്വർഗത്തിൽ കിടക്കുകയുള്ളൂ. മുത്തഖി അല്ലാത്ത ആരും തന്നെ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. അല്ലാഹു പറയുന്നു മസലുൽ ജന്നത്തിൽ ലത്തി ഉഇദൽ മുത്തഖൂൻ, മുത്തഖികൾക്ക് വഅദ ചെയ്യപ്പെട്ട സ്വർഗത്തിന്റെ ഉപമ. സ്വർഗം അത് ഫീഹ അൻഹാറുൻ മിൻ മാഇൻ ഗൈരി ആസിൻ, കലർപ്പില്ലാത്ത വെള്ളമുള്ള നദികളുള്ളതാണ് ആ സ്വർഗം. ഫിഹ സ്വർഗത്തിലുണ്ട് അൻഹാറുൻ പുഴകളുണ്ട്, മിൻ മാഇൻ ഗൈരി ആസിൻ കലർപ്പില്ലാത്ത തെളിമയാർന്ന വെള്ളത്താലുള്ള പുഴകളുണ്ട്. വഅൻഹാറു മിൻ ലബനിൻ ലം യതഗയ്യർ തഅമു, രുചി മാറ്റം വരാത്ത പാലിനാലുള്ള അരുവികളും ആ സ്വർഗത്തിലുണ്ട്. വഅൻഹാറു മിൻ ഖംറിൻ ലദ്ദത്തിൽ ലിശാരിബീൻ, കുടിക്കുന്നവർക്ക് ആസ്വാദനമുണ്ടാകുന്ന കള്ളികാലുള്ള അരുവികളും ആ സ്വർഗത്തിലുണ്ട്. വഅൻഹാറു മിൻ അസലിൻ മുസഫ, ശുദ്ധീകരിക്കപ്പെട്ട തേനിനാലുള്ള അരുവികളും ആ സ്വർഗത്തിലുണ്ട്. വലഹും ഫീഹാ മിൻ കുല്ലി സമറാത്ത്, ആ സ്വർഗത്തിൽ കിടക്കുന്ന മുത്തഖികൾക്ക് എല്ലാവിധ പഴവർഗ്ഗങ്ങളും അവിടെ ലഭ്യമാകുന്നതാണ്. വമഗ്ഫിറത്തുൻ മിർ റബ്ബിഹിം, അവരുടെ റബ്ബിൽ നിന്നുമുള്ള മഗ്ഫിറത്തും അവർക്ക് കിട്ടുന്നതാണ്. ഇതാണ് സ്വർഗം വാദ ചെയ്യപ്പെട്ട മുത്തഖികളുടെ സ്വർഗത്തിന്റെ ഉപമ. അങ്ങനെയുള്ള മുത്തഖികൾ കമൻ ഹുവ ഖാലിദുൻ ഫിന്നാർ, നരകത്തിൽ കാലാകാലം കിടക്കുന്ന ഒരാളെ പോലെയാകുമോ? ഇത്ര വ്യത്യസ്ത തരത്തിലുള്ള അരുവികൾ ഒഴുകുന്ന സ്വർഗമുള്ള ആ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന മുത്തഖിയും നരകത്തിൽ കാലാകാലം കിടക്കുന്ന ഒരാളും തുല്യമാകുമോ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തെ ഉപമിച്ചിട്ട് പറയുന്നത്. കമൻ ഹുവ ഖാലിദുൻ ഫിന്നാർ, ഈ പറയപ്പെട്ട അരുവികളിൽ ആസ്വദിക്കുന്ന ഒരാൾ കാലാകാലം നരകത്തിൽ കിടക്കുന്ന ഒരുത്തനെ പോലെയാണോ? വസുകൂ മാഅൻ ഹമീമൻ ഫഖത്തഅഅഹും, അങ്ങനെ അവർക്ക് കഠിന ചൂടുള്ള വെള്ളം കുടിപ്പിക്കപ്പെടും. വസുകൂ മാഅൻ ഹമീമൻ, കഠിന ചൂടുള്ള വെള്ളം നരകത്തിൽ കുടിപ്പിക്കപ്പെടും. അങ്ങനെ ആ വെള്ളം വയറ്റിലെത്തിയിട്ട് അവരുടെ കുടലുകളെ, ആമാശയത്തെ മുറിച്ചു കളയും, പൊളിച്ചു കളയും. അങ്ങനെയുള്ള കഠിന ചൂടുള്ള വെള്ളം കുടിപ്പിക്കപ്പെടുന്ന നരകത്തിൽ നിത്യവാസിയാകുന്ന ഒരാളും ഒരേപോലെയാണോ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിൽ ചോദിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങളെയും കാഫിറുകളെയും വേർതിരിച്ച് പറഞ്ഞു. ഈ സ്വർഗത്തിന്റെ അനുഭൂതികൾ ആസ്വദിക്കുന്ന മുഅ്മിനീങ്ങൾ ആരാണ്? സ്വർഗം കിട്ടാതെ ഈ കഠിന ചൂടുള്ള നരകത്തിൽ പ്രവേശിക്കുന്ന ആൾക്കാർ ആരാണ് എന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല വേർതിരിച്ചിട്ട് പറഞ്ഞു. ആ സ്വർഗം കിട്ടുന്ന ആൾക്കാരെയും നരകം കിട്ടുന്ന ആൾക്കാരെയും നമ്മൾ പഠിക്കാൻ തയ്യാറായാൽ ഞാൻ നേരത്തെ പറഞ്ഞ രണ്ട് കൂട്ടരായിരിക്കും. ഒരു കൂട്ടർ അബ്നാഉൽ ആഖിറ, ആഖിറത്തിന്റെ മക്കളാണ്. മറ്റേത് അബ്നാഉ ദുനിയ, ദുനിയാവിന്റെ ആൾക്കാരാണ്. അതാണ് അലി റളിയല്ലാഹു തആല അൻഹു പറഞ്ഞത്, ഇർതഹലത്തിൽ അദ്ദുനിയ മുദ്ബിറ, ദുനിയാവ് നമ്മിൽ നിന്നും അകന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. വർതഹലത്തിൽ ആഖിറത്തു മുഖ്ബില, ആഖിറ നമ്മിലേക്ക് അടുത്ത് വന്നുകൊണ്ടിരിക്കുകയുമാണ്. വലികുല്ലി വാഹിദത്തിൻ മിൻഹുമാ ബനൂൻ, ഈ രണ്ട് ദുനിയാവിനും ആഖിറത്തിനും മക്കളുണ്ട്. ഫകൂനു മിൻ അബ്നാഇൽ ആഖിറ, അതുകൊണ്ട് നിങ്ങൾ ആഖിറത്തിന്റെ മക്കളാകുക. വലാ തകൂനു മിൻ അബ്നാഇദ് ദുനിയ, നിങ്ങൾ ദുനിയാവിന്റെ മക്കളാകരുത്. അപ്പോൾ അബ്നാഉൽ ആഖിറയുണ്ട്, അബ്നാഉ ദുനിയയുണ്ട്. അബ്നാഉ ദുനിയയെ സംബന്ധിച്ച് അള്ളാഹു പരിചയപ്പെടുത്തിയത് ഇന്നല്ലദീന ലാ യർജൂന ലിഖാഅന, നമ്മളെ കണ്ടുമുട്ടുമെന്ന് പ്രതീക്ഷയില്ലാത്തവർ. വറദൂ ബിൽ ഹയാത്തി ദുനിയ, ദുന്യവിയായ ജീവിതത്തെ തൃപ്തിപ്പെട്ടവർ. വതുമഅന്നു ബിഹ, ദുന്യവിയായ ജീവിതത്തിൽ സമാധാനം കണ്ടവർ. വല്ലദീന ഹും അൻ ആയാതിനാ ഗാഫിലൂൻ, പരലോക ചിന്തയില്ലാത്ത, ഹലാൽ ഹറാമുകൾ ശ്രദ്ധിക്കാത്ത, നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ സംബന്ധിച്ച് അശ്രദ്ധരായവർ.
ഗാഫിൽ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ദിക്റില്ലാത്തവൻ, അള്ളാഹുവിനെ സംബന്ധിച്ച് ഓർമ്മയില്ലാത്തവൻ. അള്ളാഹുവിനെ സംബന്ധിച്ച് ഓർമ്മയില്ല എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ ഓർക്കൽ രണ്ട് രീതിയിലാണ്. ഒന്ന് അള്ളാഹുവിനെ സംബന്ധിച്ച് പറയൽ, രണ്ട് അള്ളാഹുവിന്റെ കൽപ്പനകളും നിരോധനങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിൽ പ്രാവർത്തികമാക്കൽ. ഇത് രണ്ടും ദിക്റുള്ളയാണ്. അപ്പൊ അല്ലദീന ഹും അൻ ആയാതിനാ ഗാഫിലൂൻ എന്ന് പറഞ്ഞാൽ ഒന്ന് അള്ളാഹുവിനെ സംബന്ധിച്ച് അവർ പറയുന്നില്ല, രണ്ട് അള്ളാഹുവിന്റെ കൽപ്പനകളോ നിരോധനങ്ങളോ നിർദ്ദേശങ്ങളോ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നില്ല. അങ്ങനെ ജീവിക്കുന്നവർ, ഇങ്ങനെയുള്ളവർ 4 ഗുണങ്ങളാണ് ഇവരെ സംബന്ധിച്ച് പറഞ്ഞത്. ഒന്ന് അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ പ്രതീക്ഷയില്ലാത്തവർ, 2 ദുന്യവിയായ ജീവിതത്തെ തൃപ്തിപ്പെട്ടവർ, 3 അതിൽ സമാധാനം കണ്ടവർ, 4 അള്ളാഹുവിനെ സംബന്ധിച്ച് ഓർമ്മയില്ലാത്തവർ, അള്ളാഹുവിന്റെ കൽപ്പന നിരോധന നിർദ്ദേശം അനുസരിച്ച് ജീവിക്കാത്തവർ. അതുവെച്ച് അള്ളാഹു പറഞ്ഞു ഉലൈക മഅവാഹുമുൻ നാർ, അവരുടെ സങ്കേതം നരകമാണ്. ബിമാ കാനൂ യക്സിബൂൻ, അവർ സമ്പാദിച്ചത് കാരണമായി. ഇവരാണ് അബ്നാഉ ദുനിയ. അവരുടെ സങ്കേതം അള്ളാഹു പറഞ്ഞത് അവരുടെ സങ്കേതം നരകമാണ് എന്നാണ്. നരകത്തിലായിരിക്കും അവർ ശാശ്വതരായിട്ടുണ്ടാകുക എന്ന്. എന്നാൽ അള്ളാഹുവിനെ പ്രതീക്ഷിക്കുന്നവർ അവർ സ്വർഗത്തിന്റെ ആൾക്കാരാണ്. ഇന്നല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി, എന്നാൽ അള്ളാഹുവിനെ അംഗീകരിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവർ, ഈമാനും അമലു സാലിഹാത്തും ഉള്ളവർ, യഹ്ദീഹിം റബ്ബുഹും ബി ഈമാനിഹിം, അവരെ അവരുടെ ഈമാൻ കൊണ്ട് അള്ളാഹു അവരെ നയിക്കുന്നതാണ്. തജ്രി മിൻ തഹ്തിഹിമുൽ അൻഹാറു ഫി ജന്നാത്തിൻ നഈം, സുഖാനുഭൂതിയുടെ തോട്ടങ്ങളിൽ അവർ ആസ്വദിക്കുന്നതാണ്. അവർ ആ തോട്ടത്തിന്റെ അടിയിലൂടെ അരുവികൾ ഒഴുകുന്നതാണ്. നമ്മൾ നേരത്തെ കുറെ അരുവികൾ പറഞ്ഞു. ആ അരുവികളൊക്കെ ഒഴുകുന്ന തോട്ടത്തിൽ അവർ സുഖാനുഭൂതിയുടെ ലോകത്തായിരിക്കും എന്ന് പറഞ്ഞു. ദഅവാഹും ഫീഹാ സുബ്ഹാനക്കല്ലാഹുമ്മ വതഹിയ്യതുഹും ഫീഹാ സലാം, അവിടെ അവർ ദുആ ചെയ്യുക സുബ്ഹാനക്കല്ലാഹുമ്മ എന്ന് പറഞ്ഞിട്ടാണ്. അവരുടെ അഭിസംബോധനം സലാമായിരിക്കും, സലാമുൻ ആയിരിക്കും. വആഖിറു ദഅവാഹും, അവിടെ അവസാനത്തെ അവരുടെ പ്രാർത്ഥന ദുആ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നായിരിക്കും. സന്തോഷത്തിലും റാഹത്തിലുമായിട്ടാണ് അവർ കഴിഞ്ഞുകൂടുക എന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണ് ഇവർ സന്തോഷത്തിലും റാഹത്തിലുമായത്? ഇവർ നേരത്തെ പറഞ്ഞ ഗുണങ്ങൾക്ക് ഓപ്പോസിറ്റ് ഗുണങ്ങളുള്ളവരായിരുന്നു. അള്ളാഹിനെ പ്രതീക്ഷിക്കുന്നവരായിരുന്നു, പരലോകം ഉണ്ടെന്ന് വിശ്വസിക്കുന്നവരായിരുന്നു, അള്ളാഹുവിനെ ധാരാളമായി സ്മരിക്കുന്നവരായിരുന്നു. അതാണ് മുഅ്മിനീങ്ങൾക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാതൃകയാണ് എന്ന് അള്ളാഹു പറഞ്ഞത്. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, നിങ്ങൾക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഉത്തമ മാതൃകയാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. ആ നിങ്ങൾ ആരാണ് എന്ന് അള്ളാഹു പ്രത്യേകമാക്കി പറഞ്ഞു. ലിമൻ കാന യർജുല്ലാഹ്, അള്ളാഹുവിനെ പ്രതീക്ഷിക്കുന്നവർക്ക്, വൽ യൗമൽ ആഖിർ, ആഖിറത്തെ പ്രതീക്ഷിക്കുന്നവർക്കും, വദക്കറല്ലാഹ കസീറ, ധാരാളമായി അള്ളാഹിനെ ഓർക്കുന്നവർക്കും. ഈ 3 ഗുണങ്ങൾ ആരിലുണ്ടോ അവർക്കേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ റോൾ മോഡൽ ആകൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവർ ഫോളോ ചെയ്യൂ, പിൻപറ്റൂ. കാരണം ഈ 3 ഗുണങ്ങൾ ഉണ്ടാകുമ്പോഴേ അവന്റെ ഹൃദയത്തിൽ ആത്മീയത ഉണ്ടാകും. അതുകൊണ്ടാണ് ഈ 3 ഗുണങ്ങൾ ഉള്ളവർക്ക് റസൂലുള്ള മാതൃകയാണ് എന്ന് പറഞ്ഞത്. ഈ 3 ഗുണങ്ങൾ ഇല്ലാത്തവർ, അള്ളാഹിനെ കണ്ടുമുട്ടണമെന്ന് പ്രതീക്ഷയില്ലാത്തവർ, പരലോകത്തെ സംബന്ധിച്ച് ചിന്തയില്ലാത്തവർ, അള്ളാഹുവിനെ ധാരാളമായി സ്മരിക്കാത്തവർ, അവരോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു സുന്നത്ത് പറഞ്ഞാൽ അവരെ സ്വീകരിക്കൂല. അവർക്കത് അമലിൽ കൊണ്ടുവരുന്ന താല്പര്യം ഉണ്ടാവില്ല. നേരെ മറിച്ച് ഈ 3 ഗുണങ്ങളുള്ള ഒരാളാണ് എങ്കിൽ അയാൾ ദീൻ പഠിക്കാൻ താല്പര്യം കാണിക്കും, ദീനിന്റെ സദസ്സുകൾ അന്വേഷിച്ച് അദ്ദേഹം സഞ്ചരിക്കും. എന്തെങ്കിലും ദീനിയായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യകൾ അദ്ദേഹത്തിന് പറയപ്പെട്ടാൽ, അദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കപ്പെട്ടാൽ അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ അദ്ദേഹം തയ്യാറാകുകയും ചെയ്യും. അതുകൊണ്ടാണ് ഈ 3 ഗുണങ്ങളുള്ളവർക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉത്തമ മാതൃകയാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകം എടുത്തു പറഞ്ഞത്. അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങളെ സ്വർഗ്ഗത്തിൽ കടത്തും, കാഫിറുകളെ നരകത്തിലേക്കാണ് പ്രവേശിപ്പിക്കുക എന്നെല്ലാം ഖുർആനിൽ പലയിടങ്ങളിലായി നമ്മോട് പറഞ്ഞിട്ടുണ്ട്. ആ ഒരു പ്രതീക്ഷയിലാണ് നമ്മളെല്ലാവരും ഇവിടെ അമൽ ചെയ്യുന്നത്. സ്വർഗമുണ്ട്, സ്വർഗത്തിലെ സുഖാനുഭൂതികളുണ്ട്, അത് ആഗ്രഹിച്ചിട്ട്, അത് കിട്ടണമെന്ന് ആഗ്രഹിച്ചിട്ട്
അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ അമൽ ചെയ്യുന്നത്. അതിൽ അല്ലാഹു പറഞ്ഞു നരകമുണ്ട്, നരകത്തിൽ ഇന്നുന്ന ശിക്ഷകളുണ്ട്, ഈ പറയപ്പെട്ട ശിക്ഷകളൊക്കെ നരകത്തിലുണ്ട്. അത് പേടിച്ചിട്ടാണ് നമ്മൾ ഹറാമുകൾ ചെയ്യാത്തത്, സൽക്കർമ്മങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കാണാത്ത ഉണ്ട് എന്ന് പറയപ്പെട്ട അള്ളാഹും അള്ളാഹുവിന്റെ റസൂലും പറഞ്ഞു തന്ന ആ സ്വർഗത്തെ സംബന്ധിച്ച് നമ്മൾ പഠിക്കേണ്ടതുണ്ട്. അതിൻ്റെ വിശേഷണങ്ങൾ എന്തൊക്കെയാണ്, അവിടെ കിട്ടുന്ന അനുഭൂതികൾ എന്തൊക്കെയാണ് എന്ന് നമ്മൾ അറിയേണ്ടതുണ്ട്. അത് അറിയുമ്പോഴാണ്, അതിൻ്റെ മഹത്വം തിരിച്ചറിയുമ്പോഴാണ് അത് കിട്ടാൻ നമ്മളേറെ ആഗ്രഹിക്കുക, അതിനുവേണ്ടി പണിയെടുക്കുക. അതേ സംബന്ധിച്ചിട്ട് ബോധമില്ല എങ്കിൽ നമുക്ക് കിട്ടേണ്ട വലിയ അനുഗ്രഹങ്ങളെ നമ്മൾ നഷ്ടപ്പെടുത്തുന്നവരായി മാറും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരു ചെറുപ്പക്കാരൻ ഒന്ന് ചോദിച്ചു, അള്ളാഹുവിന്റെ റസൂലെ, ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠനാരാണ്, ഫദ്ലുള്ള ആളാരാണ്, അയ്യുന്നാസി അഫ്ളൽ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഹ്സനുഹും ഖുലുഖ, സൽസ്വഭാവി, ഏറ്റവും നല്ല സ്വഭാവമുള്ള ആളാണ്, നന്നായി പെരുമാറുന്ന ആളാണ്, ക്രമബദ്ധമായ ജീവിതമുള്ള ആളാണ് ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠൻ എന്ന് പറഞ്ഞു. ആ വ്യക്തി വീണ്ടും ചോദിച്ചു, അയ്യുന്നാസി അഖിയസ്, ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ബുദ്ധിമാൻ ആരാണ് പ്രവാചകരെ എന്ന് ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അക്സറുഹും ലിൽ മൗതി ദിക്റ വഅക്സറുഹും ലഹു ഇസ്തിഅദാദ, മരണത്തെ സംബന്ധിച്ച് ധാരാളമായി ഓർക്കുന്ന ആൾ, മരണത്തിന് വേണ്ടി ധാരാളമായി പണിയെടുക്കുകയും ചെയ്യുന്ന ആൾ. ചില റിപ്പോർട്ടിലുള്ളത് ഉലായിക്കഹുമുൽ അഖിയാസ്, ഉലായിക്കഹുമുൽ അഖിയാസ്, ഉലായിക്കഹുമുൽ അഖിയാസ്, അക്കൂട്ടരാണ് ബുദ്ധിമാന്മാർ, അക്കൂട്ടരാണ് ബുദ്ധിമാന്മാർ, അക്കൂട്ടരാണ് ബുദ്ധിമാന്മാർ. 3 പ്രാവശ്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ബുദ്ധിമാൻ എന്ന് പറഞ്ഞാൽ സ്വന്തത്തെ സേഫാക്കുന്നവൻ, സ്വന്തത്തിന് ബാധിക്കാൻ പോകുന്ന പ്രശ്നങ്ങളെ തടുക്കുന്നവൻ, സ്വന്തത്തിന് ഒന്നും ബാധിക്കാതെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നവൻ, അവനാണ് ബുദ്ധിമാൻ എന്ന് പറയുക. നമ്മൾ നമ്മെ സേഫാക്കേണ്ടത്, നമ്മളെ സംരക്ഷിക്കേണ്ടത് ഖബർ മുതൽ അങ്ങോട്ടുള്ള ജീവിതത്തിലാണ്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും വലിയ ബുദ്ധിമാൻ ധാരാളമായി മരണത്തെ ഓർക്കുകയും മരണത്തിന് ശേഷമുള്ള ജീവിതത്തിന് വേണ്ടി പണിയെടുക്കുകയും ചെയ്യുന്നവനാണ് ഏറ്റവും വലിയ ബുദ്ധിമാൻ എന്ന് പറഞ്ഞത്. കാരണം ദുനിയാവിൽ നമ്മൾ ബുദ്ധിമാൻ എന്ന് പറയുക, നമുക്ക് ഒരു പോറൽ മേൽക്കാതെ കൊണ്ടുപോകുന്ന ആളാണ്, ഭയങ്കര ബുദ്ധിമാനാണ്, അവൻ്റെ കാര്യം ക്ലിയറാക്കി, അവൻ്റെ കാര്യം, അവൻ്റെ തടിയോ സലാമത്താക്കി, ഒരാൾ ബുദ്ധിമാനാണ് എന്ന് പറയാം. സ്വന്തം തടിക്ക് ബാധിക്കുന്ന പ്രയാസങ്ങളെ തട്ടിമാറ്റാൻ കഴിവുള്ള ആൾക്കാണ് ബുദ്ധിമാൻ എന്ന് പറയുക. അല്ലാതെ ആരും കണ്ടുപിടിക്കാത്തത് കണ്ടുപിടിക്കുന്നവനല്ല പറയുക. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, തടിക്ക് ബാധിക്കുന്ന ഏറ്റവും വലിയ ബാധിക്കൽ ഖബർ മുതൽ അങ്ങോട്ടുള്ള ജീവിതത്തിലാണ്, അവിടെ ബാധിക്കാൻ പാടില്ല. അപ്പൊ അവിടെ ബാധിക്കാതിരിക്കാൻ വേണ്ടി എന്ത് പണിയെടുക്കുന്നു, ഓനാണ് ഏറ്റവും വലിയ ബുദ്ധിമാൻ. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ 2 വാചകങ്ങൾ പറഞ്ഞത്. ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി ഏറ്റവും വലിയ ബുദ്ധിമാൻ ആരാണെന്ന് അദ്ദേഹത്തോട് ചോദിക്കപ്പെട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ആഖലുന്നാസ്, ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ബുദ്ധിമാൻ മൻ തറക ദുനിയ ഖബ്ല അൻ തതുറുകഹു, ദുനിയാവ് ഉപേക്ഷിക്കുന്നതിന് മുമ്പ് ഉപേക്ഷിക്കുന്ന ആളാണ്. ഒരാളെ തന്നെ ദുനിയാവ് ഉപേക്ഷിക്കുന്നതിന് മുമ്പ് ആര് ദുനിയാവിനെ ഉപേക്ഷിച്ചോ അവനാണ് ഏറ്റവും വലിയ ബുദ്ധിമാൻ. വഅനാറ ഖബ്റഹു ഖബ്ല അൻ യസ്കുനഹു, ഖബറിൽ കിടക്കുന്നതിന് മുമ്പ് ഖബറിനെ പ്രകാശിപ്പിച്ചവനാണ് ഏറ്റവും വലിയ ബുദ്ധിമാൻ. എങ്ങനെയാണ് ഖബറിനെ പ്രകാശിപ്പിക്കുക? ദുനിയാവിനെ ഉപേക്ഷിക്കൽ എങ്ങനെയാണ്? നേരത്തെ പറഞ്ഞതുപോലെ ദുനിയാവിനെ ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ കൽപ്പനകളും നിരോധനങ്ങളും നിർദ്ദേശങ്ങളും അനുസരിച്ച് ജീവിക്കാൻ തയ്യാറാകലാണ്. അള്ളാഹുവിന്റെ സ്മരണയിൽ നിന്നും നമ്മെ അകറ്റുന്ന കാര്യങ്ങളിൽ നിന്നും വിട്ടുനിൽക്കലാണ് ദുനിയാവിനെ ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞാൽ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അദ്ദുനിയ മൽഊന മൽഊനും മാ ഫീഹാ, ദുനിയാവ് ശപിക്കപ്പെട്ടതാണ്, അതിലുള്ളതെല്ലാം ശപിക്കപ്പെട്ടതാണ്. ശപിക്കപ്പെട്ടതാണ് എന്നതിന് ഉലമാക്കൾ നൽകിയ വിശദീകരണം, അദ്ദുനിയ മുബ്ഇദ, അദ്ദുനിയ മുബ്ഇദത്തുൻ അൻ ദിക്രില്ലാഹ്, അള്ളാഹുവിന്റെ ദിക്റിൽ നിന്നും അകറ്റിക്കളയുന്നതാണ് ദുനിയാവ്. അതുകൊണ്ടാണ് മൽഊന എന്ന് പറയുന്നത്. ദുനിയാവുള്ളതെല്ലാം ശപിക്കപ്പെട്ടതല്ല, ഒരുപാട് അനുഗ്രഹങ്ങൾ ദുനിയാവിലുണ്ട്, അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ, അതൊക്കെ ശപിക്കപ്പെട്ടതാന്ന് പറയാൻ പറ്റില്ല.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ മൽഊന എന്ന് പറഞ്ഞത് അള്ളാഹുവിന്റെ സ്മരണയിൽ നിന്നും നമ്മെ അകറ്റുന്ന, ആഖിറ ചിന്തയിൽ നിന്നും നമ്മെ അകറ്റുന്ന കാര്യങ്ങളാണ് ദുനിയാവിലുള്ളത്. അക്കാര്യങ്ങളെല്ലാം മൽഊനാണ് എന്നാണ് ഈ ഹദീസിന്റെ അദ്ദുന്യ മൽഊന വ മൽഊനു മൽഊനു മാ ഫീഹാ എന്നതുകൊണ്ട് ഉദ്ദേശം എന്ന് പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 4 കാര്യങ്ങളെ ഇസ്തിസ്നാ ചെയ്തു. ഇല്ലാ ദിക്റല്ലാഹ്, അള്ളാഹുവിന്റെ ദിക്ർ ഒഴികെ, അത് മൽഊനല്ല. കാരണം അത് അള്ളാഹു പഠിപ്പിക്കുന്നതാണ്, പരലോകത്തിൽ നിന്ന് ഉണ്ടാക്കുന്നതാണ്. വമാ വാലാ, അള്ളാഹുവിന്റെ ദിക്റുമായി ബന്ധപ്പെട്ട കാര്യവും. വമാ വാലാഹു എന്നതുകൊണ്ട് ഉദ്ദേശം ദിക്റിന്റെ മജ്ലിസുകളാണ്, ഇൽമിന്റെ മജ്ലിസുകളാണ്, അള്ളാഹുവിനെ ഓർമ്മിപ്പിക്കുന്ന സദസ്സുകളാണ്. വമാ വാലാഹു കൊണ്ട് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അള്ളാഹുവിനെ ഓർമ്മിപ്പിക്കുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതെല്ലാം എന്തല്ല, മൽഊനല്ല, ശപിക്കപ്പെട്ടതല്ല. വആലിമൻ, ആലിമും മൽഊനല്ല. കാരണം ഒരു ആലിം ഇപ്പം അള്ളാഹിനെ സംബന്ധിച്ച് പറയുന്ന ആളാണ്, ആഖിറത്തെ സംബന്ധിച്ച് പറയുന്ന ആളാണ്. അപ്പോൾ ആലിമിന്റെ കൂടെ കൂടിയാൽ നമുക്ക് അള്ളാഹുവിലേക്ക് അടുപ്പുണ്ടാവുക, നമ്മളെ അള്ളാഹുവിനെ അകറ്റുകയില്ല. ഓ മുതഅല്ലിമൻ, മുതഅല്ലിമും ഒഴികെ, ഇൽമു പഠിക്കുന്ന ആൾ, അവനും ശപിക്കപ്പെട്ട ആളാണ്. കാരണം അവൻ അള്ളാഹിനെ സംബന്ധിച്ചാണ് പഠിക്കുന്നത്, ഖുർആനും ഹദീസുമാണ് പഠിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവന് ആഖിറുമായിട്ട് ബന്ധം ഉണ്ടാവും, അള്ളാഹുവിന്റെ സ്മരണ അവന്റെ കൂട്ടത്തിലുണ്ടാവും. ഇതാണ് ദുനിയാവിനെ ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞാൽ, അള്ളാഹുവിന്റെ ദിക്റിൽ നിന്നും നമ്മെ അകറ്റിക്കളയുന്ന കാര്യങ്ങളെ ഉപേക്ഷിക്കുക എന്നതാണ് അതുകൊണ്ട് ഉദ്ദേശം. അല്ലാതെ മറ്റ് അനുഗ്രഹങ്ങളെ ഉപേക്ഷിക്കലല്ല. സുഹൃദ്, ദുനിയാവിൽ സുഹൃദ് വിരക്തിയുള്ളവനാകണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ഇതാണ്. സുഹൃദ് എന്നുള്ളത് അമലുൽ ഖൽബാണ്, ഹൃദയത്തിന്റെ അമലാണ് സുഹൃദ്. ആഖിറ ചിന്ത ഉണ്ടാക്കിയെടുക്കലാണ് സുഹൃദ്. അല്ലാതെ പൈസ വേണ്ടെന്ന് പറയലോ, നല്ല ഡ്രസ്സ് വേണ്ടെന്ന് പറയലോ, സുഖമുള്ള അവസ്ഥകൾ വേണ്ടെന്ന് പറയലോ സുഹൃദല്ല. സലഫുകളുടെ ഒരുപാട് അമലുകളും അക്വാലുകളും വാക്കുകളും സുഹൃദിന്റെ വിഷയത്തിൽ കാണാം. സലഫുകളിൽ പലരും വലിയ വലിയ പണക്കാരായിരുന്നു. അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരോട് പറഞ്ഞത്, നമ്മുടെ കയ്യിൽ പൈസ ഇല്ലായിരുന്നുവെങ്കിൽ ഈ ബിദൈകൾ നമ്മളെ കൊണ്ട് കളിച്ചേനെ. ബിദൈകൾ എപ്പോഴും അഹ്ലുസുന്നക്കെതിരാണ്. അവർ നമ്മളെ കൊണ്ട് ടവ്വൽ തട്ടുന്നത് പോലെ തട്ടിക്കളിച്ചേനെ. ഈ പൈസ ഉള്ളത് കൊണ്ടാണ് നമുക്ക് പിടിച്ചെടുക്കാൻ പറ്റിയത് എന്ന്. സുലൈമാൻ അലൈഹിസ്സലാത്തു വസ്സലാം, അദ്ദേഹത്തിന് അള്ളാഹു ദുനിയാവിന്റെ എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുത്തിരുന്നു. അദ്ദേഹം ഏറ്റവും സാഹിദാണ്. അപ്പം അധികാരം ഇല്ലാതിരിക്കലല്ല സുഹൃത്ത്, അധികാരം ഇല്ലാതിരിക്കലാണ് സുഹൃത്തെങ്കിൽ സുലൈമാൻ നബി രാജാവാകാൻ പാടില്ലായിരുന്നു. ഒരുപാട് ഭാര്യമാർ ഇല്ലാതിരിക്കലാണ് സുഹൃത്തെങ്കിൽ റസൂലുള്ളാഹിക്ക് 11ഓളം ഭാര്യമാർ ഉണ്ടാകാൻ പാടില്ലായിരുന്നു. ജനങ്ങൾ കൊടുത്ത ഏറ്റവും വലിയ സാഹിദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. പക്ഷെ റസൂലുള്ളാഹിക്ക് 11 ഭാര്യമാരുണ്ടായിരുന്നു. അപ്പോൾ സുഹൃത്ത് എന്ന് പറഞ്ഞാൽ സുഖങ്ങളെ ഉപേക്ഷിക്കലല്ല, ഹൃദയത്തിന്റെ താല്ലുക്ക് ആഖിറവുമായി ആക്കിയെടുക്കലാണ്, ഹൃദയത്തിന്റെ ബന്ധം ആഖിറമാക്കിയെടുക്കലാണ്, അള്ളാഹുവിന്റെ സ്മരണ നിലനിർത്തലാണ് സുഹൃദ്. അതാണ് ഈ ദുനിയാവിനെ ഉപേക്ഷിക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മൻ തറക്ക ദുനിയ ഖബല അൻ തത്റുകഹു. രണ്ടാമത് ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി പറഞ്ഞത് വഅനാറ ഖബറഹു ഖബല അൻ യസ്കുനഹു. ഖബറിൽ പ്രവേശിക്കുന്നതിന് മുമ്പ്, ഖബറിൽ കിടക്കുന്നതിന് മുമ്പ്, എല്ലാവരും ഖബറിൽ കിടക്കും. ഖബറിൽ കിടക്കുന്നതിന് മുമ്പ് ഖബറിനെ പ്രകാശിപ്പിച്ചവനാണ് ഏറ്റവും വലിയ ബുദ്ധിമാൻ. ഖബറിനെ പ്രകാശിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഖബറിനെ പ്രകാശിപ്പിക്കാൻ വിശ്വാസം കൊണ്ടേ സാധിക്കുള്ളൂ. അഖീദയും മൻഹജും ശരിയായാൽ മാത്രമേ നമ്മുടെ ഖബർ പ്രകാശിക്കുകയുള്ളൂ. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, അഹ്ലുസുന്നയിൽപ്പെട്ട ഒരു വ്യക്തിയുടെ ഖബർ പ്രകാശിക്കും, അവൻ പാപിയാണെങ്കിലും ശരി. വിദൈകളിൽപ്പെട്ട ഒരാളുടെ ഖബർ ഇരുട്ടായിരിക്കും, അവൻ ആബിദാണെങ്കിലും ശരി. അപ്പോൾ അഖീദ് സഹിയല്ലാതെ കുറെ അമലുകൾ ചെയ്യുന്ന ഒരു വിദൈയുടെ ഖബർ പ്രകാശിക്കുകയില്ല. അവന്റെ അഖീദ പേച്ചതാണെങ്കിൽ, അവന്റെ മൻഹജ് പേച്ചതാണെങ്കിൽ. വിദൈകൾ എപ്പോഴും ഉണ്ടാക്കി തീർക്കാൻ ആഗ്രഹിക്കുന്നത് കുറെ നിസ്കാരക്കാരെയും നോമ്പുകാരെയുമാണ്. നിസ്കാരക്കാരെയും നോമ്പുകാരെയും പോലുള്ള അമലുകൾ ചെയ്യുന്ന ആൾക്കാരെയും ഉണ്ടാക്കിയെടുത്തിട്ട് കാര്യമില്ല. അഖീദയാണ് സഹിയാകേണ്ടത്. ഷെയ്ഖ് അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞതുപോലെ അൽ അഖീദത്തു അവ്വലൻ ലൗ കാനൂ യഅലമൂൻ, അഖീദയാണ് ആദ്യം പഠിക്കേണ്ടത്. അപ്പോൾ അഹ്ലുസുന്നയിൽപ്പെട്ട പാപി, അയാൾ എനിക്കേറെ ഇഷ്ടമാണ് അഹ്ലുൽ ബിദയിൽപ്പെട്ട ആബിദിനേക്കാൾ എന്ന് ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഖബറിനെ പ്രകാശിപ്പിക്കേണ്ടത് അഖീദയിലൂടെയും മൻഹജിലൂടെയുമാണ്. മൂന്നാമതായി ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, വഅല്ല റബ്ബഹു ഖബ്ല അൻ യൽഖാഹു. തന്റെ റബ്ബിനെ കണ്ടുമുട്ടുന്നതിന് മുമ്പ് റബ്ബിനെ തൃപ്തിപ്പെടുത്തിയവനാണ് ഏറ്റവും വലിയ ബുദ്ധിമാൻ. അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നതിന് മുമ്പ് അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്തണം. അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്തേണ്ടത്
അള്ളാഹുവിൻ്റെ കൽപ്പനകളും നിരോധനങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയിട്ടാണ്. നാലാമതായി ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി പറഞ്ഞു, വസല്ലൽ ജമാഅത ഖബല അൻ യുസല്ല അലൈഹി, തനിക്ക് വേണ്ടി നിസ്കരിക്കപ്പെടുന്നതിന് മുമ്പ് ജമാഅത്തായി നിസ്കരിക്കുന്നവനാണ് ഏറ്റവും വലിയ ബുദ്ധിമാൻ. കൃത്യമായി നിസ്കരിക്കുക. അഖീദയ്ക്ക് ശേഷം, ഈമാനിന് ശേഷം ഏറെ പ്രാധാന്യമുള്ള അമല് നിസ്കാരമാണ്. അത് കൃത്യമായി നിർവഹിക്കുന്നവനാണ് ആഅക്കലുന്നാസ്, ജനങ്ങൾ ഏറ്റവും ബുദ്ധിമാൻ. അഞ്ചാമതായി ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി പറഞ്ഞു, വഹാസബ നഫ്സഹു ഖബല അൻ യുഹാസബ്, വിചാരണ ചെയ്യപ്പെടുന്നതിന് മുമ്പ് സ്വന്തത്തെ വിചാരണ ചെയ്തവനാണ് ഏറ്റവും വലിയ ബുദ്ധിമാൻ. അപ്പോൾ സ്വർഗം നേടാൻ ആഗ്രഹിക്കുന്ന നമ്മൾ സ്വർഗത്തിലേക്ക് എത്തിക്കുന്ന അമലുകൾ ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ നമുക്കത് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതിൽ ആദ്യത്തേത് വിശ്വാസ കാര്യങ്ങളാണ്. വിശ്വാസ കാര്യങ്ങൾ ക്ലിയർ ആകണം. രണ്ടാമത്തേത് അമലുകളാണ്. അമലുകൾ ക്ലിയർ ആകണം. മൂന്നാമത്തേത് അഖ്ലാഖാണ്. ഇത് മൂന്നുമാണ് ദീൻ. വിശ്വാസം, കർമ്മം, സ്വഭാവം, ഇത് മൂന്നുമാണ് ദീൻ. ഇത് മൂന്നും പൂർത്തിയാകുമ്പോഴാണ് ഒരാളുടെ ദീൻ പൂർത്തിയാകുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഷഹിദ ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദൻ മൻ ഷഹിദ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വ അന്ന മുഹമ്മദൻ അബ്ദുഹു വ റസൂലുഹു വ അന്ന ഈസ അബ്ദുല്ലാഹി വ റസൂലുഹു വ കലിമതുഹു അൽകാഹാ ഇലാ മറിയം വ റൂഹും മിൻഹു വൽ ജന്നത ഹഖ്ഖുൻ വൻ നാറ ഹഖ്ഖുൻ അദ്ഖലഹു അല്ലാഹുൽ ജന്നത അലാ മാ കാന മിനൽ അമൽ. ആരെങ്കിലും ഇബാദത്തിന് അർഹൻ അല്ലാഹ് മാത്രമാണ്, അവന് യാതൊരു പങ്കാളിയും ഇല്ല എന്നും മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ പ്രവാചകനും അടിമയുമാണ് എന്നും ഈസ അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിൻ്റെ പ്രവാചകനും അടിമയും മറിയമിൽ അള്ളാഹു നിക്ഷേപിച്ച അള്ളാഹുവിൻ്റെ വചനമാണ് എന്നും, അള്ളാഹു മറിയമിൽ നിക്ഷേപിച്ച വചനം എന്ന് പറഞ്ഞാൽ കുൻ, നീ ഉണ്ടാകുക എന്ന് പറഞ്ഞ ആ വചനം, വറൂഹും മിൻഹു, അള്ളാഹുവിൽ നിന്നുമുള്ളൊരു റൂഹാണ് എന്നും സാക്ഷ്യം വഹിച്ചാൽ, ഷഹാദ നൽകിയാൽ, റൂഹാണെന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും റൂഹ് അള്ളാഹുവിൻ്റെ മഖ്ലൂക്കാണ്. അതേപോലെ തന്നെ ഈസ അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ റൂഹും അള്ളാഹുവിൻ്റെ മഖ്ലൂക്കുകളിൽപ്പെട്ട ഒരു മഖ്ലൂക്കാണ് എന്ന് സാക്ഷ്യം വഹിച്ചാൽ, സ്വർഗവും നരകവും സത്യമാണ് എന്നും സാക്ഷ്യം വഹിച്ചാൽ അദ്ഖലഹു അല്ലാഹുൽ ജന്ന, അവനെ അള്ളാഹു സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുന്നതാണ്. അലാ മാ കാന മിനൽ അമൽ, അമലിൽ അവൻ ഏതൊന്നിൻ്റെ മേലാണോ അതനുസരിച്ച്, അതായത് അമലിൽ അവൻ വീഴ്ച വരുത്തിയാലും ശരി. മക്കൾ അലാ മാ കാന മിനൽ അമൽ എന്നതിന് രണ്ട് വ്യാഖ്യാനം നൽകിയിട്ടുണ്ട്. ഒന്ന്, അവൻ അമലുകളിൽ വീഴ്ച വരുത്തിയാലും ശരി അവനെ അള്ളാഹു ഈ വിശ്വാസം ക്ലിയർ ആണെങ്കിൽ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കും. ധാരാളം അമലുകൾ ചെയ്തിട്ടില്ല എങ്കിലും, കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ 3 കൂട്ടരെ സംബന്ധിച്ച് പറയുന്നുണ്ട്. ഒന്ന്, സാബിഖും ബിൽ ഖൈറാത്ത്, സൽക്കർമ്മങ്ങൾ കൊണ്ട് മുന്നേറിയ ആൾ എന്ന് പറഞ്ഞാൽ കൃത്യമായി വാജിബുകൾ ചെയ്യുന്ന ആൾ, കൃത്യമായി സുന്നത്തുകൾ നിർവഹിക്കുന്ന ആൾ, ഹറാമുകളും കറാഹത്തുകളും ചെയ്യാത്തവർ. രണ്ടാമത്തത് മുഖ്തസിദ്, വാജിബുകൾ ചെയ്യും, ചിലപ്പോൾ സുന്നത്തുകൾ ചെയ്തോളുന്നില്ല, ഹറാമുകൾ ചെയ്യുകയില്ല, അങ്ങനെയുള്ള ആൾക്കാർ. മൂന്നാമത്തത് ലാലിമുൻ ബിനഫ്സി, സ്വന്തത്തോട് അക്രമം കാണിച്ചാൽ വാജിബ് ചെയ്യും, ചിലപ്പോൾ ഉപേക്ഷിക്കും, ഹറാമ് ചെയ്യും പോലുള്ള ജീവിതത്തിൽ തെറ്റുകുറ്റങ്ങൾ വന്നവർ. ഈ 3 കൂട്ടരും ജനങ്ങളുടെ കൂട്ടത്തിലുണ്ട് എന്നിട്ട് അല്ലാഹു പറയാൻ, ഇവരെല്ലാവരും സ്വർഗത്തിലാണ്. ഭയങ്കര ആയത്താണ് ആയത്, ഇവരെല്ലാവരും സ്വർഗത്തിലാണ്. അപ്പോൾ വിശ്വാസം ക്ലിയർ ആയി കഴിഞ്ഞാൽ ഈ 3 കൂട്ടരും സ്വർഗത്തിന്റെ അഹിതകാരാണ് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത്. അപ്പോൾ കർമ്മങ്ങൾ എന്തായാലും, വിശ്വാസം ഇതായി കഴിഞ്ഞാൽ, കർമ്മങ്ങൾ എന്തായാലും എന്ന് പറഞ്ഞാൽ കർമ്മങ്ങൾ വീഴ്ച വന്നാൽ, ചിലപ്പോൾ വാജിബ് മാത്രമേ ചെയ്തിട്ടുണ്ടാവുള്ളൂ, സുന്നത്ത് ചെയ്തിട്ടുണ്ടാവുകയില്ല, ചിലപ്പോൾ ഹറാമുകൾ വന്നു പോയേക്കാം, ചിലപ്പോൾ കറാഹത്തുകൾ വന്നു പോയേക്കാം. അങ്ങനെയുള്ള ഏതവസ്ഥയിലായാലും അള്ളാഹു അവനെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കും. ഇതാണ് ഒന്നാമത്തെ വ്യാഖ്യാനം. രണ്ടാമത്തെ വ്യാഖ്യാനം, അവൻ്റെ തെറ്റുകളെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല മാപ്പാക്കി കൊടുക്കും, അവനെ പൂർണ്ണമായും ശുദ്ധനാക്കി അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുന്നതാണ് എന്നിങ്ങനെ 2 രീതിയിൽ ഈ ഹദീസിനെ ഉലമാക്കൾ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല അടിമകൾക്ക് തയ്യാറാക്കിയ കാര്യങ്ങളെ സംബന്ധിച്ചിട്ട്
പറഞ്ഞ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, അള്ളാഹുവിനെ അനുസരിച്ച് ജീവിക്കുന്ന അടിമകൾക്ക് അള്ളാഹു തയ്യാറാക്കിയിട്ടുണ്ട് മാ ലാ ഐനുൻ റാഅത്, ഒരു കണ്ണും കാണാത്തത്, വലാ ഉദുനുൻ സമീഅത്, ഒരു ചെവിയും കേൾക്കാത്തത്, വലാ ഖതറ അലാ ഖൽബി ബശർ, ഒരു മനുഷ്യനും ചിന്തിക്കാത്തത്. അള്ളാഹു സുബ്ഹാനഹു വ തആല അടിമകൾക്ക് വേണ്ടിയിട്ട്, സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന അടിമകൾക്ക് വേണ്ടിയിട്ട് തയ്യാറാക്കിയിട്ടുണ്ട് എന്ന്. നമ്മൾ കണ്ണുകൊണ്ട് കാണാത്ത, ചെവി കൊണ്ട് കേൾക്കാത്ത, ഹൃദയത്തിൽ ചിന്തിക്കുക പോലും ചെയ്യാത്ത ചില ഉലമാക്കള് ഈ ഹദീസിൽ വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട്, നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം സ്വർഗത്തിൽ കിട്ടണമെന്ന് ആഗ്രഹിച്ചാൽ ചിലപ്പോൾ സ്വർഗത്തിൽ ഉണ്ടാവൂല. കാരണം മനുഷ്യന് ചിന്തിക്കാൻ പറ്റാത്തതാണ് സ്വർഗത്തിലുള്ളത് എന്ന്. ദുനിയാവിൽ നമ്മൾ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ അതിനും മേലെയാണ് സ്വർഗം. അതാണ് മനുഷ്യൻ ചിന്തിക്കുന്നതിനും അപ്പുറത്ത്, ചിന്തിക്കാൻ പറ്റാത്തത്, കണ്ണ് കാണാത്തത്, ചെവി കേൾക്കാത്തത്, ഹൃദയം കൊണ്ട് ചിന്തിക്കാൻ പോലും പറ്റാത്തത് സ്വർഗത്തിൽ അള്ളാഹു തയ്യാറാക്കിയിട്ടുണ്ട് എന്ന്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞൊരു ആയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓതിക്കൊടുത്തു. തതജാഫാ ജുനൂബുഹും അനിൽ മലാജി യദ്ഊന റബ്ബഹും ഖൗഫൻ വതമഅ വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ എന്ന ആയത്ത് ഓതി. രാത്രി 2 യാമങ്ങളിൽ എഴുന്നേറ്റ് നിന്ന് നിസ്കരിക്കും, ആഗ്രഹത്തോടെ, പേടിയോടെ, പ്രതീക്ഷയോടെ അള്ളാഹുവിനോട് ദുആ ചെയ്യും. അള്ളാഹു നൽകിയ സമ്പത്തിൽ നിന്നും ചെലവ് ചെയ്യുകയും ചെയ്യുന്നവർ അവർക്കാണിത് എന്ന് പറഞ്ഞിട്ട്. അതുകൊണ്ട് ഇതിലൂടെ എല്ലാം നമുക്ക് മനസ്സിലാകുന്നത്, പണ്ഡിതന്മാർ പറയുന്നത്, ഈ അനുഗ്രഹങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുമെന്ന് പറയുമ്പോൾ അത് കിട്ടാൻ നമ്മൾ ആഗ്രഹിക്കണം, അതിനെ കൊതിക്കണം. ശിക്ഷകൾ ഉണ്ട് എന്ന് പറയുമ്പോൾ നമ്മളതിനെ പേടിക്കണം, അതിൽ പെട്ടുപോകുന്നതിൽ നിന്നും നമ്മൾ മാറി നിൽക്കണം. അതുകൊണ്ട് തന്നെ സ്വർഗത്തെ സംബന്ധിച്ചും നരകത്തെ സംബന്ധിച്ചും പഠിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും. ചില ഉലമാക്കൾ എഴുതിയത്, സ്വർഗത്തെ സംബന്ധിച്ചും നരകത്തെ സംബന്ധിച്ചും നിത്യമായി പഠിക്കുകയും വായിക്കുകയും ചെയ്യുന്ന ഒരാളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും. മറ്റ് അവസ്ഥകളിലൂടെ മാറ്റാൻ പറ്റാത്തത്, ഹൃദയത്തെ പരിശുദ്ധപ്പെടുത്താൻ പറ്റാത്തത് സ്വർഗത്തെ സംബന്ധിച്ചും നരകത്തെ സംബന്ധിച്ചും സംസാരിക്കുന്നതിലൂടെ മാറ്റിയെടുക്കാൻ സാധിക്കുമെന്ന്. നിത്യമായി അത് കേൾക്കുമ്പോൾ, സ്വർഗത്തിന്റെ സുഖാനുഭൂതികളെ സംബന്ധിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കുമ്പോൾ മനസ്സ് അത് കൊതിക്കും. നരകത്തിന്റെ ഭീതിതമായ അവസ്ഥകളെ സംബന്ധിച്ചിട്ട് കേട്ടുകൊണ്ടേയിരിക്കുമ്പോൾ നഫ്സ് അതിൽ നിന്നും അകന്നു നിൽക്കുമെന്ന്. ഒരാളെ പരിശുദ്ധപ്പെടുത്താൻ, ഒരാൾക്ക് തർബീയത്ത് കൊടുക്കാൻ പറ്റിയ നല്ലൊരു അവസരമാണ് സ്വർഗത്തെ സംബന്ധിച്ചും നരകത്തെ സംബന്ധിച്ചും പഠിക്കുക എന്നുള്ളത് എന്ന്. അതുകൊണ്ട് തന്നെ ഉലമാക്കൾ ഈ വിഷയത്തിൽ ഒരുപാട് ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുണ്ട്. ഞാൻ പരിശോധിച്ചപ്പോൾ ഏറ്റവും ചെറിയതും ഖുർആനിക ആയാത്തുകളെ കൊണ്ടും സ്വഹീഹായ ഹദീസുകളെ കൊണ്ടും സ്വർഗനരകങ്ങളെ സംബന്ധിച്ച് വിശദീകരിച്ച ഒരു ചെറിയ ഗ്രന്ഥമാണ് സഈദ് ഇബ്നു വഹ്ബ് അൽ ഖഹ്താനി റഹിമഹുല്ലാഹ് രചിച്ച അൽ ജന്നത്തു വന്നാർ എന്ന ഈ കൃതി. ആ കിതാബാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ ഇവിടെ വായിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ ഒരു ശൈലി എന്ന് പറഞ്ഞാൽ, ഏത് കിതാബും, അദ്ദേഹത്തിന് ഒരുപാട് കിതാബുകളുണ്ട്, ഇതേപോലെ ചെറിയ ചെറിയ കിതാബുകൾ. എല്ലാ ഹദീസ് പണ്ഡിതനാണ് അദ്ദേഹം. ഇതിൻ്റെ ഗ്രന്ഥങ്ങൾ മുഴുവനും ഹദീസുകളാണ്, ആയാത്തുകളും ഹദീസുകളും. നിസ്കാരത്തെ കുറിച്ചിട്ടുണ്ട്, അസ്സലാത്തു മൻസിലത്തു സലാത്ത് ഫിൽ ഇസ്ലാം, ഓരോ സൈഡ് ഹെഡിങ്ങൾ കൊടുത്തിട്ട് നിസ്കാരവുമായി ബന്ധപ്പെട്ട ഹദീസുകൾ മുഴുവനും അദ്ദേഹം വ്യത്യസ്ത ഹെഡിങ്ങൾ കൊടുത്തിട്ട് ക്രോഡീകരിക്കും. ബിർറുൽ വാലിദൈൻ, മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യേണ്ടതിൻ്റെ ഹദീസുകൾ, 100-ലേറെ ഹദീസുകൾ അദ്ദേഹം ക്രോഡീകരിക്കുന്നുണ്ട്. അതേപോലെ തന്നെ മറ്റും ഒരുപാട് ഗ്രന്ഥങ്ങൾ ഇദ്ദേഹം എഴുതിയിട്ടുണ്ട്. എഴുതുമ്പോഴൊക്കെ അദ്ദേഹം എഴുതുക അലാ ലൗഹിൽ കിതാബി വസുന്ന, ഖുർആന്റെയും സുന്നത്തിൻ്റെയും വെളിച്ചത്തിൽ എന്ന് പറഞ്ഞിട്ട് കിതാബ് എഴുതുക. ഈ കിതാബ് അദ്ദേഹം അങ്ങനെ തന്നെയാണ് എഴുതിയിട്ടുള്ളത്. അൽ ജന്നത്തു വന്നാറു അലാ ലൗഹിൽ കിതാബി വസുന്ന, സ്വർഗവും നരകവും ഖുർആന്റെയും സുന്നത്തിൻ്റെയും വെളിച്ചത്തിൽ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം കിതാബ് എഴുതുമ്പോൾ അദ്ദേഹം ചെയ്യുന്ന ഒരു രീതി എന്ന് പറഞ്ഞാൽ, തുടക്കം മുതലേ പറഞ്ഞു പോകും. ഭാഷാപരമായ ചർച്ച, സാങ്കേതികപരമായ ചർച്ച, അങ്ങനെ പറഞ്ഞാണ് ഈ ഗ്രന്ഥം കൊണ്ടുപോകുന്നത്. ഇൻഷാ അല്ലാഹ് അതേപോലെ തന്നെ ആ ഗ്രന്ഥം തന്നെ അതേപോലെ തന്നെ വായിച്ചു പോകാമെന്നാണ് തോന്നുന്നത്. അങ്ങനെ വായിച്ചാൽ സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചും നല്ലൊരു കാഴ്ചപ്പാട് നമുക്കുണ്ടാകും ഇൻഷാ അല്ലാഹ്. അതെ, ഒന്നാമത്തെ പാഠമായി അദ്ദേഹം കൊടുത്ത അൽ ഫസ്ലുൽ അവ്വൽ തഅരീഫുൽ ജന്നത്തി വന്നാർ, സ്വർഗത്തിൻ്റെയും നരകത്തിൻ്റെയും താരീഫ്, നിർവചനം, വദിക്റു അസ്മാഇഹിമ, സ്വർഗനരകത്തിൻ്റെ പേരുകളെ സംബന്ധിച്ചുള്ള പറയലും എന്ന ഫസ്ലിന്റെ കീഴിൽ ഒന്നാമത്തെ മബ്ഹസ് അൽ മബ്ഹസുൽ അവ്വൽ തഅരീഫുൽ ജന്നത്തി വദിക്റു അസ്മാഇഹ.
അടുത്ത ആഴ്ച മുതൽ ഈ കിതാബ് വായിച്ചു തുടങ്ങാം. അല്ലാഹു സുബ്ഹാനഹു വ തആല കേട്ടതിലും പറഞ്ഞതിലും ഉപരി ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ എല്ലാവർക്കും നല്ല തൗഫീഖ് നൽകി അനുഗ്രഹിക്കും.